നടൻ ഹൃത്തിക് റോഷന്റെ സഹോദരി സുനീന റോഷൻ അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ മദ്യപാനത്തോടുള്ള തന്റെ പോരാട്ടത്തെക്കുറിച്ചും ഒരു പുനരധിവാസ കേന്ദ്രത്തിലെ വാസത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞു. മദ്യപാന ആസക്തിയിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ചേരാൻ തീരുമാനിച്ചതായും അതൊരു ബുദ്ധിമുട്ടുള്ള വെല്ലുവിളിയായിരുന്നുവെന്നും അവർ പറയുന്നു. അമിത മദ്യപാനം കാരണം താൻ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പോലും മറന്നിരുന്നുവെന്നും പലവട്ടം കുടിച്ചിട്ട് വീണിട്ടും താൻ പാഠം പഠിച്ചിരുന്നില്ല എന്നും സുനീന പറയുന്നു. മദ്യത്തോടുള്ള ആസക്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ദിവസം മുഴുവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തി. ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഉത്കണ്ഠ, പരിഭ്രാന്തി, നിർജ്ജലീകരണം എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസം ഒന്നും ചെയ്യാൻ ഊർജ്ജമില്ലാത്ത അവസ്ഥയിലെത്തി. നന്നായിരിക്കാൻ ആഗ്രഹമില്ലാതെ വരുമ്പോൾ കുടിക്കാൻ തുടങ്ങി. സുനീനയുടെ ഈ അവസ്ഥയിൽ രക്ഷിതാക്കളായ രാകേഷ് റോഷനും പിങ്കി റോഷനും അതീവ ദുഃഖിതരായി. മകളുടെ മദ്യപാനം നിർത്താൻ പല വഴികൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒടുക്കം ക്രെഡിറ്റ് കാർഡുകൾ പിടിച്ചുവാങ്ങിയും സാമ്പത്തിക സഹായം വെട്ടിച്ചുരുക്കിയും ഒരു കൈ നോക്കി. കൂടാതെ മദ്യപരായ സുഹൃത്തുക്കളിൽ നിന്നും അവളെ അകറ്റി. ഒരു ഘട്ടത്തിൽ സുനീന തന്റെ അപകടകരമായ പോക്ക് തിരിച്ചറിഞ്ഞു. മോചനത്തിനായി വഴി തേടി. ഈ അവസ്ഥയിൽ നിന്ന് തനിക്ക് പുറത്തു കടക്കണമെന്ന് മാതാപിതാക്കളെ അറിയിച്ചു. അതിനായി ഒരു റീഹാബിലിറ്റേഷൻ കേന്ദ്രം അവർ കണ്ടെത്തി. 28 ദിവസത്തെ കോഴ്സായിരുന്നു. ഇതൊരു സാധാരണ പുനരധിവാസ കേന്ദ്രം പോലെയല്ല. അടിസ്ഥാനപരമായി ഏത് തരത്തിലുള്ള ആസക്തിയും അവിടെ ചികിത്സിക്കപ്പെട്ടു. പഞ്ചസാര, കാപ്പി എന്നിവയുൾപ്പെടെ ആസക്തി ഉളവാക്കുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു. ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ തന്റെ പിതാവ് രാകേഷ് റോഷന് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയതായി തന്നോട് പറഞ്ഞതായി സുനീന പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.